രാഗൻ എത്രയോ ഒരു പുലിക്കളി കഴിഞ്ഞാൽ, അതായത് ഇന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് തൃശ്ശൂരുകാർക്ക്. ഇപ്പൊ ശ്യാം പറഞ്ഞതുപോലെ, ശ്യാമിനോട് സംസാരിച്ച ആളുകളൊക്കെ ഈ അവധിയൊക്കെ ഈ ഒരു തീയതിയോടനുസരിച്ച് എടുത്ത് നാടുകളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ പുലിക്കളി കാണാൻ വേണ്ടി, അതിന്റെ ഭാഗമാകാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. രാഗിൻ നിൽക്കുന്ന അവിടുത്തെ തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞോ? സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാൻ പുലികൾ സജ്ജരാണോ? ആര്യ, തീർച്ചയായും ഇപ്പോൾ വെളിയന്നൂർ ദേശമാണ്. അവർ പുലിമടയിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെണ്ടയുടെ താളത്തിനൊപ്പം ചൂടുകൾ വെച്ച് ഇറങ്ങുകയാണ്. എല്ലാവർക്കും പൂർത്തിയായി. എന്താണ്? എല്ലാവർക്കും പൂർത്തിയായി. ഗംഭീരമായി തകർക്കണം. അതാണ് ഞങ്ങൾ ആത്മവിശ്വാസമാണ്. ഞങ്ങൾ തകർക്കും, ഞങ്ങൾക്ക് അപ്പടിക്കും. ആത്മവിശ്വാസം ഞങ്ങൾ പൊരിക്കും. ഇതാണ് തൃശ്ശൂർക്കാരുടെ ഒരു ആത്മീയ ബന്ധമാണ് ഈ സാധനം. അത് ഞങ്ങൾ പൊരിക്കും. ഏത് വില കൊല്ലക്കാമ പുലികളെന്ന് ഇറങ്ങിയാൽ പൊരിക്കും. 9 ദേശമാണ് ഈ പ്രാവശ്യമുള്ളത്. 9 ദേശം. അത് വിഷയമല്ല. ഇറങ്ങുന്നു. എല്ലാം റെഡിയാണ്. എല്ലാം റെഡി. തെറ്റാണല്ലോ. ഇപ്പോൾ വെളിയന്നൂർ ദേശം ആണ് സ്വരാജ് റൗണ്ടിലേക്ക് ആദ്യമായി ഇറങ്ങുന്ന പുലികളി സംഘങ്ങളിൽ ഒന്ന്. അവർ ചെണ്ടയുടെ താളത്തിനൊപ്പം ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതായത് പുലിമടയിൽ നിന്ന് പുറത്തേക്ക് ഈ റോഡിലേക്ക്, വീതിയിലേക്ക് ഇറങ്ങുന്നു. അത്യന്തം ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾക്കായിരിക്കും ഇനി ഇവിടം സാക്ഷിയാകുക. ആര്യ സൂചിപ്പിച്ചതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ പുലികളിയുടെ ആവേശം കാണാനും ആ ആവേശത്തിനൊപ്പം അലിഞ്ഞു ചേരാനും വേണ്ടി അവർ ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വെളിയന്നൂർ ദേശം കഴിഞ്ഞ 13 വർഷമായിട്ടുണ്ടായിരുന്നില്ല. പഴയ പ്രതാപം വീണ്ടെടുത്ത് തിരിച്ചു വരുന്നു എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ആവേശം തന്നെയാണ്. എത്രത്തോളം ഇപ്രാവശ്യം എങ്ങനെയാണ് ഇപ്രാവശ്യം? അടിപൊളി. അടിപൊളി. ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള പുലിയാണ്. രാവിലെ കണ്ടോ അല്ലേ? എങ്ങനെയുണ്ട്? തമിഴ്നാട്ടിന്റെ ഒരു പുലി ആവശ്യത്തോടെ ഇറങ്ങിയാണ് കേട്ടോ. പുലി വൈബാണ്. പുലി വൈബാണ്. ഹാപ്പിയാണോ? അപ്പോൾ ഓണാശംസകളൊക്കെ നേർന്നത് ആ പുലിക്കൂട്ടങ്ങൾ പോകുന്ന കാഴ്ച ഗംഭീര കാഴ്ചയാണ്. ഇത് ഇപ്പോൾ ഇവിടെ സ്ഥലപരിമിതികളുണ്ട്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ ഈ ചെണ്ടയുടെ താളത്തിനൊപ്പം ചുവടുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ചെണ്ടയുടെ ആ വന്യ താളത്തിനൊപ്പം ചുവടുകൾ വെച്ച് നിരവധി പേർ ഈ കാഴ്ച ഒപ്പിയെടുക്കാൻ വേണ്ടി ഈ വീതിക്ക് ഇരുവശവും നിൽക്കുന്നുണ്ട്. എന്തായാലും സുന്ദരമായിട്ടുള്ള കാഴ്ചകൾക്കാണ്. എന്താ എവിടെ വരെ? നല്ല അടിപൊളിയാണ്. സെറ്റാണ്. ഫുള്ളൊക്കെയാണ്. കപ്പടിക്കും. ഒപ്പടിക്കണം. അടിക്കും. ഇപ്പോൾ ചെണ്ടയുടെ താളമുണ്ട്. അതിനനുസരിച്ച് ചുവടുകൾ വെച്ചവർ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വെളിയന്നൂർ ദേശമാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് അവരുണ്ടായിരുന്നില്ല. അച്ചാച്ചൻ പുലി രാവിലെ കണ്ടതാണല്ലോ. എന്തായി? അടിപൊളി. അപ്പോ അതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അതായത് പൂരങ്ങളുടെ പെരുമയുള്ള പ്രദേശത്തേക്ക് ഇതാ പുലികൾ ഇറങ്ങാൻ പോവുകയാണ്. ഇനി ആ ആവേശത്തിലേക്കാണ്, പുലിക്കളിയുടെ ആവേശത്തിലേക്ക്, ശക്തന്റെ തട്ടകം മാറാൻ പോകുന്ന ആ കാഴ്ചയിലേക്കാണ്. ഇനി നിമിഷങ്ങൾ മാത്രമേ സ്വരാജ് റൗണ്ടിനെ, അല്ലെങ്കിൽ തൃശ്ശൂരിനെ പുലി കീഴടക്കാൻ ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. ഈ ചായം തേച്ചവരും ചമയമണിഞ്ഞവരും മാത്രമല്ല, കാണാൻ വന്ന് നിൽക്കുന്നവരും ആ താളത്തിനൊത്ത് ചുവട് വെക്കുന്ന മനോഹരമായ കാഴ്ചയാണ് അവിടെ. നമുക്ക് ഈ കാഴ്ചകളിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് മടങ്ങി വരാം. ഒരു ഇടവേള.